ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅ എന്ന അധ്യായത്തിലെ പുതിയ ഒരു ബാബാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ തുടങ്ങുന്നത്. ബാബു തർഹീബി മിനൽ മസാഇൽ അഖ്ലാഖ്, മോശമായ സ്വഭാവങ്ങളെ തൊട്ട് സൂക്ഷിക്കേണ്ട ഹദീസുകളാണ് ഈ ഒരു അധ്യായത്തിൽ വരുന്നത്. قال أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്, തീർച്ചയായും അസൂയ എന്നുള്ളത് അത് നിങ്ങളിലുള്ള നന്മകളെ അത് തിന്നുകളയുന്നതാണ്. കമാ തഅകുലുൻ നാറു അൽ ഹതബ, ഒരു വിറകിനെ തീ എപ്രകാരം തിന്ന് ഇല്ലാതാക്കുമോ അതുപോലെ നന്മകളെ അസൂയ ഇല്ലാതാക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ബാബില് ധാരാളം മോശപ്പെട്ട സ്വഭാവങ്ങൾ അഥവാ നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ട സ്വഭാവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ ഹദീസുകളും ഇപ്രകാരം ഒരു പക്ഷേ നമ്മളിൽ ഇല്ലാത്തതുണ്ടാകാം, പക്ഷേ ഒരു വേള ചെറിയ തോതിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഹദീസിലുണ്ടാവുക. എല്ലാ ഹദീസുകളും അത് ശ്രദ്ധിച്ച് കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകാം. ഈ ഒരു ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ളത് അസൂയാണ്. ഇയ്യാക്കും എന്നുള്ളത് ഒരു താക്കീതാണ്. ഇഹ്ദറു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഒരു താക്കീത് പോലെയാണ്. എന്തിനെയാണ് താക്കീത് ചെയ്യുന്നത്? അൽ ഹസദ, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണമെന്നാണ്. എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ? അസൂയ എന്നാൽ അൽ ഹസദു ഹുവ അൻ യതമന്ന അൽ ഹാസിദ സവാല നിഅമത്തില്ലാഹിൽ മഹ്സൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമക്ക് നൽകിയ ചില അനുഗ്രഹങ്ങൾ അയാളിൽ നിന്ന് നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കലാണ് അസൂയ. മറ്റൊരു മനുഷ്യന് നമ്മളെക്കാൾ അധികമായി ലഭിച്ചു കിട്ടിയിട്ടുള്ള അതല്ലെങ്കിൽ അത്തരത്തിൽ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കലാകുന്നു. അതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ പല രീതിയിൽ വരും. പണ്ഡിതന്മാർ 3 രീതിയിൽ പറയുന്നതായിട്ട് കാണും. ചിലപ്പോൾ അയാളുടെ ആഗ്രഹം അത് അയാളിൽ നിന്ന് നീങ്ങിപ്പോകുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ അയാൾക്കത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അതായിരിക്കും ചിന്തിക്കുക. ചില മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അയാളിൽ നിന്ന് നീങ്ങിപ്പോയി എന്നിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. ഇനി അതുമല്ലെങ്കിൽ അത് അയാളിൽ നിന്ന് നീങ്ങിപ്പോവുകയും വേറെ ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനെയൊക്കെ പല രീതിയിൽ അസൂയ വരാം എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ മോശമായ സ്വഭാവമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. ഈ അസൂയ എന്ന് പറഞ്ഞാൽ അത് കറാഹിയത്തുൻ ലിനിഅമത്തില്ലാഹി അലാ ഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു നൽകിയതിൽ അള്ളാഹുവിനോടുള്ള ഒരു ഇഷ്ടക്കേടാണ്. ശരിക്കും ഇതൊക്കെ ആരാ നൽകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഓരോ അടിമകൾക്ക് നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാം, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദുക്കും അലാ ബഅദ്. നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ ആൾക്കാർക്ക് വ്യത്യസ്തപരമായിക്കൊണ്ടാണ് അള്ളാഹ് നിഅമത്ത് നൽകിയിട്ടുള്ളത്. ചിലർക്ക് സമ്പത്ത് നൽകും, ചിലർക്ക് സമ്പത്ത് നൽകൂല, ചിലർക്ക് മക്കളെ നൽകും, ചിലർക്ക് മക്കളെ നൽകൂല, നല്ല വീട് നൽകും, വീട് നൽകൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് അള്ളാഹ് നിശ്ചയിച്ചതാണ്. അള്ളാഹ് ആരും എന്തെങ്കിലും ഒരു ഫദ്ല് നോക്കിയിട്ട് നൽകിയതല്ല. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ അള്ളാഹു കൊടുത്തതാണെങ്കിൽ നമ്മളെ വെറുപ്പ് കാണിക്കുന്നത് ആരോടാ? ആ മനുഷ്യനോടല്ല, അള്ളാഹുവിനോടാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ ഈ ചെയ്യുന്ന ആ ഒരു വെറുപ്പ് അത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തോടാണ് എന്നുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അതുണ്ടാകാൻ പാടില്ല. അപ്പൊ മറ്റുള്ള ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ഉണ്ടായാൽ
ഒരു അനുഗ്രഹം ലഭിച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്കിഷ്ടമുള്ളത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്നാണ്. അപ്പോൾ ഒരാൾക്ക് അസൂയ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ഈമാൻ പൂർണ്ണമല്ല എന്നാണ് അർത്ഥം. അയാളുടെ ഈമാനിൽ കുറവുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്ക് അസൂയ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ അസൂയ കൊണ്ട് മറ്റുള്ള ആളുകളെ ആക്രമിക്കാനൊക്കെ കാരണമാകും. മറ്റുള്ള ആളുകൾക്ക് നല്ല കാര്യം കണ്ടാൽ അത് നശിച്ചു കാണാൻ ആഗ്രഹിക്കും. ആ നാശത്തിന് വേണ്ടി ഇയാൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ഒരു വേള ആക്രമിച്ചിട്ടാണെങ്കിൽ, കൊലപാതകം ചെയ്തിട്ടാണെങ്കിൽ കൊലപാതകം ചെയ്തിട്ട് എന്തൊക്കെ അവസ്ഥകൾ അയാൾ സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ അയാൾ സ്വീകരിക്കുന്ന. മാത്രമല്ല, ഒരു മനുഷ്യന് അസൂയ ഉണ്ടായ പിന്നെ സമാധാനം ഉണ്ടാവില്ല. മരണം വരെ അയാൾക്ക് സമാധാനമില്ലാതെ ജീവിക്കേണ്ടി വരും. അസമാധാനത്തിലായിരിക്കും അയാൾ ജീവിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ നോക്കുകയെങ്കിൽ ഏതൊരു അസൂയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നന്മയിൽ പുറകോട്ടായിരിക്കും. അയാൾക്ക് പിന്നെ നന്മയിൽ മുന്നോട്ട് വരാൻ സാധിക്കും. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ രണ്ടാളും ഒരേപോലെ പഠിച്ചു പോകാൻ, ഒരാൾ പെട്ടെന്ന് നല്ലോണം പഠിച്ച് കുറേ എത്തി. അപ്പൊ മറ്റാൾക്ക് അസൂയ ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഞാൻ ഏതായാലും നിർത്താം, ഓരോ ഏതായാലും ഓരോ എത്തുകയെന്ന് കരുതിയാൽ അത് അസൂയാണല്ലേ. അവിടെ അസൂയ വന്നു, അയാളെ കൂടെ എത്താൻ സാധിച്ചു. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അയാൾ പൂർത്തിയാക്കിയത്. പക്ഷേ അയാൾക്ക് അസൂയ, അതുകൊണ്ട് ആ നന്മയിൽ നിന്ന് പിറകോട്ട് പോയി. എന്തുകൊണ്ടാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അദ്ദേഹം ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം എന്താണ്? അയാൾ ആദമിനെ സുജൂദ് ചെയ്യാൻ അള്ളാഹിന്റെ കൽപ്പന ഉണ്ടായി, പക്ഷെ അവിടെ അസൂയ ഉണ്ടായി. എന്നേക്കാൾ മുന്തിയത് അത് ആദമാണോ എങ്കിൽ ആദമിന് ഞാൻ സുജൂദ് ചെയ്യുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ അസൂയ കാരണമാണ് അദ്ദേഹം ആ നരകത്തിൽ നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാൻ കാരണമായത് എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാർ, ധാരാളം നഷ്ടങ്ങളാണ്. ഒരിക്കലും ഒരു ലാഭം അസൂയ കൊണ്ട് ഉണ്ടാവുകയില്ല. എങ്കിലും അസൂയ ഒരിക്കലും അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നല്ല, രണ്ട് സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ട് സന്ദർഭങ്ങളിൽ അസൂയ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. ഒരാൾ ഒരു സദഖയുടെ വിഷയത്തിലാണ്. ഒരു മനുഷ്യന് ധാരാളം സമ്പത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. ആ സമ്പത്ത് നൽകപ്പെട്ടത് അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അയാളെ പോലെ എനിക്കുമാകാം. അത് ഒരു അസൂയയുടെ ചെറിയൊരു രൂപമാണ്. യഥാർത്ഥത്തിൽ അത് ശരിക്കുള്ള അസൂയാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അത് അസൂയയുടെ ചെറിയ രൂപത്തിലേക്ക് വരും. അതുകൊണ്ട് അയാളെ പോലെ എനിക്കും അയാൾ നന്നായിരുന്നു എന്നുള്ള ആ നന്മയുടെ വിഷയത്തിൽ അയാൾക്ക് അത് ചെയ്യാമെന്നാണ്. അതുപോലെ തന്നെ രാത്രി ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരാളുടെ ഒരു വ്യക്തി അയാളെ പോലെ എനിക്കായിത്തീർന്നാൽ നന്നായിരുന്നു എന്നിങ്ങനെയുള്ള ഈ നന്മയുടെ വിഷയങ്ങളിലെല്ലാം അസൂയ അഥവാ അയാളെ പോലെ എനിക്കുമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുക. ഇത് അനുവദിക്കപ്പെട്ട അസൂയയാണ്. അത് ഏറ്റവും നല്ല കാര്യത്തിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അസൂയ ഉണ്ട് എങ്കിൽ, അതിൻ്റെ ചെറിയ ഒരു അംശമുണ്ട് എങ്കിൽ എടുത്തു മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം ഇത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, അള്ളാഹു തന്റെ ജനങ്ങൾക്ക് നൽകിയ ഫദ്ലിൽ നിങ്ങൾ അസൂയ വെക്കുകയാണോ? ജൂതന്മാരോട് ചോദിക്കുന്നത്. ജൂതന്മാർക്ക് അവർക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് കിട്ടിക്കണ്ടപ്പോൾ ചെയ്തു, അവർക്ക് വല്ലാത്ത അസൂയായിരുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയും അസൂയ എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അതാരിലുണ്ടോ ആ ജൂതന്റെ ചെറിയൊരു അംശം അവൻ്റെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. ആ അസൂയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ പരമാവധി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അസൂയയില്ലാത്ത യഥാർത്ഥ ഒരു ഹൃദയശുദ്ധിയുള്ള വിശാലമായ ഒരു മനസ്സിനെ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹു വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.